ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എഴുതിയ ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകം വായിച്ചു. 32 പ്രൗഢവേദികളിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരം DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആദം നീ എവിടെയാകുന്നു എന്ന ചോദ്യത്തിന് പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിൽ അദ്ദേഹം വിശദീകരണം നൽകുന്നുണ്ട്. ഈ ചോദ്യത്തിൽ നിന്നാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള വർത്തമാനങ്ങൾ ആരംഭിക്കുന്നതെന്നും യഥാർത്ഥത്തിൽ എല്ലാ നേരവും എല്ലാ മനുഷ്യരോടും ഈ ചോദ്യം ദൈവം ഉയർത്തുന്നുണ്ട് എന്നുള്ളതുമാണ് അദ്ദേഹം പറയുന്നത്. പഴയ നിയമത്തിലെ ഈ ചോദ്യത്തിന് പുതിയ നിയമത്തിന്റെ തുടക്കത്തിലെ തന്നെയുള്ള ഒരു ചോദ്യവുമായിട്ട് ബന്ധമുണ്ട്. മത്തായി 2:2 ഹെരോദാവിന്റെ കൊട്ടാരത്തിലെത്തിയ വിദ്വാൻമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവർ അന്വേഷിച്ച യേശുക്രിസ്തുവിനെ കണ്ടെത്തുകയും കണ്ടെത്തിയപ്പോൾ യേശുക്രിസ്തുവിനെ വീണ് നമസ്കരിക്കുകയും ചെയ്തു. പാപം ചെയ്ത മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത് എന്താണെന്നും കണ്ടെത്തേണ്ടത് ആരെയാണെന്നും ഈ 2 ചോദ്യങ്ങളും കൂട്ടിച്ചേർത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദം നീ എവിടെയാണ് എന്ന ചോദ്യത്തിന് ആദം പറഞ്ഞ മറുപടിയിലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നാണ് ആദം പറയുന്നത്. ഒച്ച കേട്ടു എന്നുള്ളതിൽ നിന്ന് ദൈവശബ്ദത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നുള്ളതും, നഗ്നനാണ് എന്നുള്ളതിൽ നിന്ന് ദൈവ തേജസ് നഷ്ടപ്പെട്ടു എന്നുള്ളതും, ഭയപ്പെട്ടു എന്നുള്ളതിൽ നിന്ന് കുറ്റം കണ്ടുപിടിക്കപ്പെട്ടു എന്നുള്ളതും, ഒളിച്ചു എന്നുള്ളതിൽ നിന്ന് അത് പാപത്തിന്റെ പരിണിത ഫലമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഹോവയായ ദൈവം തന്നെ കാണാതിരിപ്പാൻ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു എന്നാണ് അവിടെ നാം വായിക്കുന്നത്. യഹോവയായ ദൈവം കാണാതിരിക്കുമെന്നും ഒളിവ് ജീവിതം, പാപത്തിന്റെ ഒളിവ് ജീവിതം തുടരാമെന്നുമുള്ളത് അന്നും ഇന്നുമുള്ള മനുഷ്യന്റെ മിഥ്യാധാരണയാണ്. മാത്രമല്ല, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നത് ദൈവത്തിന്റെ വ്യക്തമായ നിയമമായിരുന്നു. ലോകമെമ്പാടുമുള്ള ശവക്കല്ലറകൾ പ്രഖ്യാപിക്കുന്നത് ദൈവം പറഞ്ഞത് സത്യമാണ് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്ന് പറഞ്ഞ പിശാചിന്റെ വാക്കുകൾ വെളിപ്പെടുത്തുന്നത് അത് ബോഷ്കാണെന്നും പിശാച് ബോഷ്കിന്റെ അപ്പനുമാണ് എന്നാണ്. ആദം നിമിത്തം മരണം വാണു എന്നാണ് റോമാലേഖനത്തിൽ നാം വായിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ പോലെയായി തീരും എന്ന വാക്കിന്റെ പിൻബലത്തിലാണ് ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നതും അവർക്ക് പിന്നിൽ ആളുകൾ ഉണ്ടാകുന്നതും. അത്തിയില കൂട്ടിത്തുന്നി അരയാടയുണ്ടാക്കുന്നത് പരിഹാരമല്ല, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. ആളിക്കത്തുന്ന തീക്കുണ്ടത്തിലേക്ക് കടലാസ് കുട ചൂടിപ്പോയാൽ എന്ത് സംഭവിക്കും? അത് തന്നെയാണ് മതകർമ്മങ്ങളിലൂടെ മനുഷ്യനും സംഭവിക്കുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്ന പാപപരിഹാര മാർഗത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറയുക എന്ന ഏക മാർഗം മാത്രമേ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടുള്ളൂ. ആദം ചെയ്ത പാപത്തെ നിസാരവൽക്കരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ വാക്യം മാത്രം പറയട്ടെ. ഹോശയ 6:7 അവർ ആദം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തു. നിയമലംഘനവും വിശ്വാസപാതകവുമാണ് അവിടെ നടന്നത്. മാത്രമല്ല, ദൈവത്തിൽ വസിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നിൽ വസിപ്പിൻ എന്ന ദൈവത്തിന്റെ കൽപ്പനയുണ്ട്. അങ്ങനെയായിരുന്നു ആദം നിഷ്പാപയുഗത്തിലായിരുന്നത്. എന്നാൽ പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് പിശാചിന്റെ ഒളിസങ്കേതത്തിലാണ് ആദം എത്തിയത്. അതുകൊണ്ടാണ് ആദം നീ എവിടെയാകുന്നു എന്ന് ദൈവം ചോദിക്കുന്നത്. ഏദൻ തോട്ടത്തിലെ ഭൂമിശാസ്ത്രപരമായ ഒരു കാര്യം മാത്രമല്ല അത്. യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉള്ളതാണ്. ദൈവത്തിൽ നിന്ന് അന്യമായി പോയ, പാപത്താൽ വേർപെട്ടു പോയ മനുഷ്യനെ അവന്റെ യഥാർത്ഥ സ്ഥിതി ഓർമ്മപ്പെടുത്തുവാനും പാപത്താൽ അവന് വന്ന ആ വലിയ വീഴ്ച അവന്റെ മുമ്പിൽ കൊണ്ടുവരുവാനുമാണ് ആദം നീ എവിടെയാണ് എന്ന് ദൈവം ചോദിക്കുന്നത്.
മാത്രമല്ല ആദം പറയുന്നത് ഞാൻ ഭയപ്പെട്ടു എന്നാണ്. പാപമാണ് ഭയത്തെ കൊണ്ടുവരുന്നത്. ആ ഭയമാണ് ഒളിവ് ജീവിതത്തിന് പ്രേരിപ്പിക്കുന്നത്. ദൈവത്തെ മാത്രമല്ല മനുഷ്യനെ പോലും അഭിമുഖീകരിക്കാൻ പറ്റാത്ത വിധം പാപം മനുഷ്യനെ പരിഹാസ്യരാക്കുകയാണ്. അതിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് ലൂക്കോസ് 2:10 കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം നടക്കുന്ന സമയത്ത് സ്വർഗീയ ദൂതന്മാരുടെ പ്രഖ്യാപനത്തിലെ ആദ്യത്തെ വാക്ക് ഭയപ്പെടേണ്ട എന്നാണ്. അപ്പോൾ പാപം കൊണ്ടുവന്ന ഭയത്തെയും മരണത്തെയും മരണഭീതിയെയും മാറ്റി മനുഷ്യന് ധൈര്യം നൽകുന്ന, രക്ഷ നൽകുന്ന ജനനമാണ് യേശുക്രിസ്തുവിന്റെ ജനനമെന്നും അതിന് സാധിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുമാണ് സ്വർഗീയ ദൂതന്മാരുടെ പ്രഖ്യാപനം വെളിപ്പെടുത്തുന്നത്. പാപത്തിന്റെ ഭയത്താലുള്ള ഒളിവ് ജീവിതത്തിന് വിട, നിവർന്നു നിന്നുകൊണ്ടുള്ള ദൈവീക സന്തോഷത്തിന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല.